ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മോജോയിലേക്ക് നമ്മൾ സ്റ്റേ അടിക്കുന്ന സമയത്ത് നമുക്ക് RTRൻ്റെ സ്റ്റോക്കിൽ തന്നെ സെപ്പറേറ്റ് ഹോൾ ഇട്ടിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ പ്ലേറ്റ് വലുപ്പം കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതിലേക്ക് തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളൊരു സ്റ്റേ അടിച്ചെടുത്താണ്. അപ്പോൾ നമുക്കിതിലിനി പുട്ടിയിട്ട് വൃത്തിയാക്കുക എന്നുള്ള വർക്കാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ നമുക്കത് പുട്ടിയിട്ട് വൃത്തിയാക്കിയിട്ട് വേണം വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നേരെ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്ക് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മാക്സിമം നമ്മൾ ഈ ഒരു ത്രെഡ് ലോക്ക് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർക്ക് വണ്ടിയിലേക്ക് കയറ്റിയിട്ടിട്ടുണ്ട്. നമ്മളിതിൽ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ തന്നെ ഫുൾ സ്പെയർ നമ്മുടെ കൊണ്ട് തന്നിട്ട് ഫുൾ സെറ്റ് ചെയ്ത് തന്നാൽ മതി. നമ്മൾ ഹാഫ് ഒബിൻ്റെ ഒരു വർക്ക് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിനൊരു സ്റ്റേ നമ്മൾ ഒരു സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പിനിയൻ നമുക്ക് കുറച്ച് സ്പേസ് കുറയ്ക്കേണ്ടി വന്നു. ഇതിൻ്റെ ലെങ്ത്ത് നമ്മൾ കുറച്ച് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ വർക്കുകളൊന്നും ഇതിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് നേരെ വണ്ടിയിലേക്ക് കയറ്റുക എന്നുള്ള മാത്രം വർക്കുള്ളൂ. അതുപോലെ തന്നെ ബ്രംബോൻ്റെ തന്നെ ഒരു കിറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അതൊക്കെ നമ്മൾ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ലെങ്ത്ത് ഒരു ബ്രേക്ക് കോസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ്സ് കാലിപ്പേഴ്സ് എടുക്കുന്ന സമയത്ത് ഈ ഒരു റബ്ബറിൻ്റെ ബൂട്ടും അതുപോലെ തന്നെ രണ്ട് സൈഡ് ഒരു റബ്ബറിൻ്റെ ബൂട്ട് വരും. അതുപോലെ തന്നെ ഈ കാലിപ്പറിനുള്ളിൽ 2 ഓറിങ്ങുകൾ വരും. ആ സംഭവങ്ങൾ നമ്മൾ മാറ്റാൻ ശ്രദ്ധിക്കുക. നമ്മൾ സെറ്റ് ചെയ്ത ശേഷം ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു മൂവ്മെൻറ്റ് കറക്റ്റ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഫുള്ളായിട്ട് റിലീസ് ആവാണ്ടിരിക്കും. റണ്ണിങ്ങിൽ പ്ലേറ്റിന് ഹീറ്റ് വരാൻ അങ്ങനത്തെ ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ യൂസ്ഡ് അതുപോലെ പുതിയതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു മോജോൻ്റെ ഡിസ്ക് ചെയ്യണ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതിൽ മോജോൻ്റെ പ്ലേറ്റ് അതുപോലെ തന്നെ RTRൻ്റെ കാലിപ്പർ അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ലെങ്ത്ത് ഓസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ MC കിറ്റ് ഈ ഒരു അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു പ്ലേറ്റ് കട്ട് ചെയ്തിട്ട് പൾസറിൻ്റെ സ്റ്റോക്ക് ഹാഫ് ഹബിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മളിത് എക്സ്ട്രാ കട്ട് ചെയ്യാതെ സെപ്പറേറ്റ് നമ്മളൊരു ഹാഫ് ഹബ് ഉണ്ടാക്കി എടുത്തിട്ട് ചെയ്താണ് ആ ഒരു പ്ലേറ്റിൻ്റെ ആ ഒരു സ്റ്റോക്ക് ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഡിസ്ക് കയറ്റാനോ പെയിൻറ്റിങ്ങിൻ്റെ വണ്ടി ഫുൾ റീസ്റ്റോർ ചെയ്യണോ വർക്കുള്ള എന്താണെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലെ ഉള്ള വീഡിയോസ് കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം.